ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാൻബറയിൽ നിന്ന് സിഡ്നിയിലോട്ട് പോവാട്ടോ. 2 ദിവസം ട്രിപ്പിനാണ് പോകുന്നത്. ഈ കാണുന്നതാണ് കാൻബറ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇവിടുന്ന് രാവിലെ 7 മണിക്കുള്ള ട്രെയിനാട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ ഭയങ്കര തിരക്കൊന്നുമില്ല. 7 മണിക്ക്, 6:45, 7:15 അങ്ങനെയായിട്ട് പല ട്രെയിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇന്ന് ക്യാൻസലായിട്ടുണ്ട്. അവർ ലൈനിൽ എന്തോ വർക്കുള്ളത് കൊണ്ട് ഫുൾ ട്രെയിൻ ക്യാൻസലാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരതിന് പകരം ഒരു കോച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ ബസ്. അപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവർ എല്ലാ സ്റ്റേഷനിലും ഈ ബസ് പോയിട്ട് ട്രെയിനിൽ നിന്ന് ബുക്ക് ചെയ്തേക്കുന്ന ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് സിഡ്നിയിലോട്ട് കൊണ്ടുപോകും. നമ്മളിങ്ങനെ ബസ്സിൽ കയറി കറക്റ്റ് ഷാർപ്പ് ടൈമിൽ തന്നെ ബസ് എടുത്തു. ഇന്ന് വെളിച്ചമായി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങി, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം തണുപ്പും കോടമഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. വെളിച്ചമൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല രസമാണ്. ഇലകളൊക്കെ കളറ് മാറി റെഡും ഗ്രീനും അങ്ങനെയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. നമ്മളങ്ങനെ സിഡ്നിയിലെത്തി. 3.25 മണിക്കൂർ എടുത്തു കേട്ടോ സിഡ്നിക്ക്. കാൻബറയിൽ നിന്ന് 3.25 മുതൽ 4 മണിക്കൂർ വരെ എടുത്തു. ഇതാണ് സിഡ്നി റെയിൽവേ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷനാണ്. ലോകത്തിലെ വൺ ഓഫ് ദ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണിത്. സിഡ്നിയുടെ ഹൃദയഭാഗത്ത് ആണ് ഈ സ്റ്റേഷനുള്ളത്. ഭയങ്കര വലിയ സ്റ്റേഷനാട്ടോ. പക്ഷെ നമ്മൾ ലണ്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത് ഭയങ്കര തിരക്കില്ല. പക്ഷെ ഭയങ്കര വലുതാണ്, സൈസിൽ ഭയങ്കര വലുതാണ്. പക്ഷെ ഭയങ്കര റഷില്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നടക്കാൻ. ഇതാട്ടോ ഇതിൻ്റെ ഉൾഭാഗമാട്ടോ. സിഡ്നി റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ്. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ 2 സൈഡിലോട്ടും എസ്കലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ ടോപ്പിലോട്ട് പോകാനായിട്ട്. പിന്നെ അതിൻ്റെ നടുവിൽ ലിഫ്റ്റ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്നത് സെൻട്രൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് പോവേണ്ട സ്റ്റേഷനാണ് കേട്ടോ അത്. നമ്മളിവിടുന്ന് സർക്കുലർ, ഇപ്പോൾ നമ്മൾ സിഡ്നിയിലാണ്. സിഡ്നിയിൽ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് സർക്കുലർ കെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. കണ്ടോ, എല്ലാം ഡബിൾ ഡെക്കർ ട്രെയിനാണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഭയങ്കര നല്ല സ്റ്റേഷനും ആണ്, അതുപോലത്തെ ട്രെയിനുമാണ് കേട്ടോ. ഇഷ്ടംപോലെ സ്പേഷ്യസ് ആണ്. ഭയങ്കര തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് സാധാ ATM കാർഡ് ടാപ്പ് ഇൻ ചെയ്ത് ടാപ്പ് ഓഫ് ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ പുറം വശം. കണ്ടോ, സ്റ്റേഷനൊക്കെ ഭയങ്കര, ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയിട്ട് പോലും ഭയങ്കര റഷില്ല കേട്ടോ സ്റ്റേഷനുകളിലൊന്നും അങ്ങനെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഡബിൾ ഡെക്കർ ട്രെയിനാണ്. പക്ഷെ 3 ലെയറായിട്ടാണ് നമുക്ക് സീറ്റിംഗ് ഉള്ളത്. കയറുന്ന പ്ലാറ്റ്ഫോമിലുണ്ട് സീറ്റ്, പിന്നെ താഴെയും മുകളിലും, അങ്ങനെ 3 ലെവൽ സീറ്റിംഗ് ഉണ്ട്. പക്ഷേ നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. എല്ലാ 3 to 5 മിനിറ്റ്സിലും ഇവിടേക്ക് ലോക്കലി ട്രാവൽ ചെയ്യാനുള്ള ട്രെയിൻസ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. കണ്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മളിതിൽ കയറിയില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 23-ാമത്തെയോ 24-ാമത്തെയോ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും ഇഷ്ടംപോലെ ട്രെയിനുണ്ട്. ഇതിപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിനിൻ്റെ വ്യൂ ആട്ടോ. കണ്ടോ, ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ ട്രെയിൻ വരുന്നത്. ഇതിൻ്റെ താഴേക്കും അണ്ടർഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ലണ്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് താഴേക്കില്ല. ലണ്ടനിൽ കുറച്ചും കൂടി താഴേക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും 2 ലെയർ സീറ്റിംഗ് ആയിട്ടുള്ളത്. അല്ല, 3 ലെയർ സീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഡബിൾ ഡെക്കർ ട്രെയിനാണ്. കണ്ടോ, ആൾക്കാരിയ്ക്കുന്ന കണ്ടോ ഉള്ളിൽ. നമ്മൾ താഴെ ആയതുകൊണ്ടാണ്. ഈ സ്റ്റേഷൻ്റെ അപ്പുറത്താട്ടോ നമ്മൾ ഈ ട്രാം ആട്ടോ ഈ പോകുന്നത്. ലോക്കലി ട്രാവൽ ചെയ്യാൻ ട്രാം അവൈലബിൾ ആണ്. അപ്പോൾ ട്രാമാണ് പോയത്. ഇപ്പോൾ നമ്മളെല്ലാവരും നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ കയറുവാണ്. നമ്മൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുമ്പോഴേ ടാപ്പ് ഇൻ ചെയ്താണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ ടോപ്പ് ഫ്ലോറിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കയറി ഇതേ സീറ്റിലിരിക്കുകയാണ്. സീറ്റെല്ലാം ഭയങ്കര നീറ്റാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതാണ് താഴത്തെ നില ട്രെയിനിൻ്റെ ഉള്ളിൽ. ഇത് നമ്മൾ കയറുന്ന നിലയിലുള്ള സീറ്റ്സാണ്. ഒത്തിരി സീറ്റില്ല കയറുന്ന നിലയിൽ. പിന്നെ ഇതാണ് മുകളിലേക്ക് പോകുന്നത്.
അങ്ങനെ 3 സെറ്റായിട്ടാണ് സീറ്റ്സ് ഉള്ളത്. കണ്ടോ, ആൾക്കാരൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. സാറ്റർഡേ ആയിട്ട് പോലും ഭയങ്കര റഷോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണാനാണ് പോകുന്നത്. ഇത് കണ്ടോ, ഇവരുടെ സീറ്റിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് സീറ്റ് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നിങ്ങൾ കാണുന്നതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത്. ഇത് സർക്കുലർ കോയിലായിട്ടുള്ളത്. കണ്ടോ, ഇത് ഇവിടേക്ക് നമുക്ക് ബസ്സിനും ട്രെയിനും വരാം, സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലും വരാം. കണ്ടോ, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു എന്താ പറയുക, ഹാർബറാണിത്, സർക്കുലർ കോയ് എന്നും പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ മൊത്തം വ്യൂ. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണ് ഒപ്പേറ ഹൗസ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. നമ്മൾ ഒത്തിരി ചെറുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പടമൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഒരു പിക്ചറാണിത്. ഇതാട്ടത്തിൻ്റെ വ്യൂ. ഈ സിഡ്നി ഹാർബർ ബ്രിഡ്ജും ഒപ്പേറ ഹൗസും ഓപ്പോസിറ്റ് ഒരു 2 തീരത്തായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ആ ഒപ്പേറ ഹൗസിൻ്റെ സൈഡിൽ മുഴുവനുള്ളത് റെസ്റ്റോറൻറ്റ്സും പബ്സും ആട്ടോ. ഇന്ന് സാറ്റർഡേ ഉണ്ട്, ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ട്രെയിനിൽ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ തിരക്കില്ലല്ലോ എന്ന്. പക്ഷേ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നല്ല തിരക്കാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വ്യൂ. ഇതാണ് ഹാർബർ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡ്നിയുടെ ഒരു ഐക്കോണിക്, ഓസ്ട്രേലിയയുടെ തന്നെ ഒരു ഐക്കോണിക് പിക്ചറായിട്ട് കാണിക്കുന്ന സ്ഥലമാണ് ഈ സിഡ്നി ഹാർബർ ബ്രിഡ്ജും ഒപ്പേറ ഹൗസും. ഇത് രണ്ടും കൂടി ഒരു ഫ്രെയിമിൽ വരുന്ന പിക്ചർ ഭയങ്കര ഫേമസ് ആണ്. കണ്ടോ, ഇപ്പോൾ ഈ ബ്രിഡ്ജാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ലാർജസ്റ്റ് സ്റ്റീൽ ബ്രിഡ്ജാണ് ഈ സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. ഇത് 1932 ഇതിൻ്റെ പണി കഴിഞ്ഞത്. അതായത് അത്രയും വർഷം മുന്നേ അവർ ഇത്രയും വലിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആട്ടോ. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ മനോഹരമാണ്, സ്പേഷ്യസ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ആക്ച്വലി നമ്മൾ ഒപ്പേറ ഹൗസിൻ്റെ തൊട്ട് താഴേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫെറി വഴി ഈ കടലിലൂടെ ട്രാവൽ ചെയ്യാം. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒപ്പേറ ഹൗസ് കാണാൻ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഫെറി വഴിയുള്ള യാത്ര മുടക്കരുത് കേട്ടോ. അതിൽ പോയാലാണ് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ശരിക്കുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഫെറി എടുക്കണം. നിർബന്ധമായിട്ടും ഫെറിയിൽ ട്രാവൽ ചെയ്യണം. $9 ഫെറിയിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ളത്. കണ്ടോ, ഇത് അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ്. ആ കാണുന്നതാണ് ഒപ്പേറ ഹൗസിൻ്റെ സൈഡിൽ. അപ്പോൾ ആൾക്കാർ ഫെറിയിൽ റെഡി ആയിട്ടിരിക്കുകയാണ് പോകാനായിട്ട്. നമ്മളും ഫെറി എടുത്ത് ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വൈകുന്നേരമായി തുടങ്ങി. കണ്ടോ, ഈ വൈകുന്നേര സമയത്ത് അവിടെയുള്ള ജനങ്ങൾ ഒരുപാട് ജനങ്ങളുണ്ട്. പിന്നെ ഒപ്പം തന്നെ ആ ഒപ്പേറ ഹൗസിൻ്റെ റിയൽ പിക്ചർ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചർ. പക്ഷേ നമ്മൾ റിയലായിട്ട് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഫെറി വഴിയുള്ള യാത്ര പോകണം. ഇതിപ്പോൾ ഫെറിയിലാണ് നമ്മളുള്ളത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിയലായിട്ടുള്ള സ്ട്രക്ചർ. ഇത് ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ വണ്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു സ്ട്രക്ചറാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ശരിക്കും ഒരു ആർട്ടിനുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഒപ്പേറ ഹൗസ് ഓഫ് കോഴ്സ് നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്, പിന്നെ സ്റ്റുഡിയോസ് ഉണ്ട്. ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാ തരം ആർട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ പെർഫോമൻസ് നടന്നിട്ടുണ്ട്. പിന്നെ 2000 സമ്മർ ഒളിമ്പിക്സിൽ ഇതിൻ്റെ ടോപ്പിൽ കയറി നിന്നിട്ടാണ് നമ്മുടെ ഒളിമ്പിക് ടോർച്ച് പിടിച്ചിട്ടുള്ള ഒരു പിക്ചർ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അർണോൾഡിനെ ഏറ്റവും നമുക്കറിയാവുന്ന കാര്യങ്ങളാട്ടോ, എനിക്കറിയാവുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. അർണോൾഡിനെ ഏറ്റവും ഫൈനലായിട്ടുള്ള ബോഡി ബിൽഡിംഗ് ടൈറ്റിൽ കിട്ടിയത് ഒപ്പേറ ഹൗസിൽ വെച്ചിട്ടാണ്. പിന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ വന്നൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ ഒരു സ്പീച്ച് നടന്നിട്ടുണ്ട്. കണ്ട ആൾക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആക്ച്വലി ഈ ഫെറി കയറുന്നത് നമ്മുടെ സർക്കുലർ ക്യൂന്ന് മാൻലി ബീച്ചിലോട്ടാണ്. ഈ ഫെറി പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. ആ ബീച്ചിൻ്റെ പേരാണ് മാൻലി ബീച്ച്. ആ ഫെറിയിൽ കയറിയാലാണ് നമുക്കിതിൻ്റെ വ്യൂ കാണാൻ പറ്റുക. ഇപ്പം നമ്മളുള്ളത് ഒപ്പേറ ഹൗസിൻ്റെ തൊട്ട് താഴെയാട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത് പോയി കഴിയുമ്പോൾ കാണുന്ന സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
ഈ ലോട്ടസിൻ്റെ ഇതള് പോലെയാണ് ഇത് സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈവനിങ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിറച്ച ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു 1.4 മില്യൺ ആൾക്കാർ എല്ലാ വർഷവും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റൊന്നുമില്ല, നമുക്ക് കയറാം. ഇതാ അതിൻ്റെ എൻജിനീയറുടെ പിക്ചറാണ്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ സ്ട്രക്ചറിൽ ഓരോ സമയത്തും വന്ന ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. ഇതിൻ്റെ ഇനാഗ്രേഷൻ പിക്ചറാണ്. ക്യൂൻ എലിസബത്ത് രാജ്ഞിയാണ് ഈ ഒപ്പേറ ഹൗസ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ പിക്ചറാണിത്. അങ്ങനെ അതിൻ്റെ ചരിത്രത്താളുകളിൽ അതിൻ്റെ ഓരോ സ്റ്റേജസും ഇവർ കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ കാണിക്കുന്നതാണ് ഈ ഒപ്പേറ ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ കാണുന്നതല്ല, ശരിക്കുള്ള സ്റ്റേജസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള, ഇവിടുന്ന് ലൈറ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഓൾറെഡി ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് അത്ര ആക്സസ് ഇല്ല. പക്ഷേ ഉള്ളിൽ സ്റ്റേജസ് മാത്രമേ ഉള്ളൂ, വേറെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി വിസിറ്റ് ചെയ്ത്, പിന്നെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്ലേ ഹൗസ്, സ്റ്റുഡിയോ, ഡ്രാമ തിയേറ്റേഴ്സ്, കൺസേർട്ട് ഹാൾസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വന്ന് പെട്ടെന്ന് കയറി ഇറങ്ങി. ഇങ്ങനെ വൈകുന്നേരം ആയിരുന്നു. ഇതാണ് വൈകുന്നേരത്തെ ഒരു വ്യൂ ആട്ടോ. ഫെറി ആട്ടോ പോകുന്നത്, മാൻലി ബീച്ചിലോട്ടുള്ള ഫെറിയാണ്. നമ്മൾ അതിൻ്റെ തീരത്ത് വലിയൊരു ഷിപ്പ് വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് കാർണിവൽ എന്ന് പറഞ്ഞ ഒരു ഷിപ്പാട്ടോ. അതിൻ്റെ ഉള്ളിൽ വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവരവിടെ ഡാൻസ് ചെയ്യുന്നതും അവിടുത്തെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അവർ ഭയങ്കര ആഘോഷമാട്ടോ. അവർ നമ്മളെ കൈവീശി കാണിച്ചു, ഇവിടെയുള്ള എല്ലാവരും അവർക്കും തിരിച്ച് കൈവീശി കാണിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ലൈഫിൽ. നമുക്ക് എന്നെങ്കിലും ഇവിടെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി.